ഹലോ ഗായ്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ഗാർഡൻ നിറയെ പൂക്കളിട്ട് നിൽക്കാൻ പറ്റിയ ജെർബറ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു പൂച്ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എല്ലാ സീസണിലും പൂവിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അങ്ങനെ എല്ലാ സീസണിലും ഇത് പൂവിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ മാത്രമേ ഇത് നല്ല ഭംഗിയായിട്ട് പൂവിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കെയറാണ് ഈ ചെടിക്ക് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ ഒരു ജെർബറ പ്ലാന്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള കെയർ ആണ്. അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഇതുപോലെ പൂവിടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു തൈയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒത്തിരി തൈകൾ നമ്മൾ ഇതുപോലെ ആ ചെടി നിറയെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് നന്നായിട്ട് വെള്ളവും വളവും ഇട്ട് കൊടുക്കണം. വളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. വളം ഇട്ടില്ലെങ്കിൽ ഇത് മുരടിച്ച് പോലെ നിൽക്കുകയും ചെയ്യും, പൂവിടുകയുമില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ് ഈ ജെർബറ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ തൈയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് പോട്ടിലോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ചെടിച്ചട്ടിയിലോ നട്ട് വളർത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ നടുമ്പോൾ നമ്മൾ നന്നായിട്ട് വളം ഇട്ട് കൊടുക്കണം ആ മണ്ണിൽ. അപ്പോൾ ആ തൈ വേഗം തന്നെ പിടിച്ചിട്ട് ചാടി വലുതായി ഇഷ്ടംപോലെ പൂക്കൾ ഇട്ടോളാം കേട്ടോ. വളം ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഡെയിലി വാട്ടറിങ്ങും ചെയ്ത് കൊടുത്തോണം. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചെടിച്ചട്ടിയിൽ ഒത്തിരി ഇതുപോലെ തിങ്ങി നിറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എക്സ്ട്രാ വരുന്ന തൈകളൊക്കെ മണ്ണിൽ താഴെ നട്ട് കൊടുക്കാറുണ്ട്. ഈ ചെടി നമുക്ക് സിറ്റ് ഔട്ട് ഗാർഡനിലോ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ഡോറിലോ ഇതുപോലെ താഴെ മണ്ണിലോ നട്ട് കൊടുത്താലും പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടായിക്കോളും. എവിടെയായാലും നന്നായിട്ട് നല്ല പ്രോപ്പർ കെയർ ഉണ്ടായാലും നല്ല അടിപൊളിയായിട്ട് വലുതായി വരുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ചെടിച്ചട്ടിയിൽ തിക്കായിട്ട് വലുതായി വരുമ്പോൾ അതിനെ പറിച്ച് നടാൻ ശ്രമിക്കണം. കാരണം ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഉണ്ടായി കഴിയുന്ന പൂവൊക്കെ പിന്നെ ചെറുതായി വരും. കാരണം വളം എത്ര ഇട്ട് കൊടുത്താലും അത്ര ഹെൽത്തി ആവില്ല. അപ്പോൾ ഒത്തിരി തൈ ആയി കഴിയുമ്പോൾ ആ ചെടിച്ചട്ടിയിൽ നിന്ന് ഓരോ തൈകൾ അടർത്തി മാറ്റാം. പിന്നെ ഞാൻ ഈ പൂവുണ്ട്, ഈ പൂവ് ഇതിൻ്റെ തണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള തണ്ടാണ്. പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഒക്കെ കൂടുതലാണ്. ഒരു കാറ്റോ ഒരു മഴ എന്തെങ്കിലും കൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇതുപോലെ സൈഡിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയ കമ്പുകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോവില്ല. അപ്പോൾ ഒത്തിരി ദിവസം ഉണ്ടാവട്ടെ ഈ പൂവ്, പെട്ടെന്ന് അങ്ങോട്ട് വാടി പോവില്ല, ഒത്തിരി ദിവസം ഇങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ നന്നായിട്ട് വളം ഇട്ട് കൊടുത്ത് അതേ പൂക്കളെ കണ്ട നല്ല വലിയ പൂക്കളുണ്ടാവും കേട്ടോ. വളം കുറയുന്നതനുസരിച്ച് പൂവിൻ്റെ ആ സൈസ് ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒത്തിരി വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂ നല്ല വലിയ പൂവായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പൂവിൻ്റെ മുട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില പ്രാണികളോ എന്തെങ്കിലും കയറിയിട്ട് ആ പൂവിൻ്റെ ഉള്ളിലിരുന്ന് ആ പൂവിനെ പകുതി മുക്കാലും തിന്ന് കളയോട്ടോ. ചിലപ്പോൾ പൂ വിരിയുമ്പോൾ പകുതി ഉണ്ടാവും. കണ്ടോ, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു പ്രാണി വന്നിരുന്നുണ്ടോ. അങ്ങനത്തെ കുറേ പ്രാണികളൊക്കെ വന്ന് ഇതിൻ്റെ ഇലയും പൂക്കളൊക്കെ തിന്നുകൊണ്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചെടി ബാക്കി വെക്കില്ല, അതുപോലെ തിന്നുകൊണ്ട് പോവും. അല്ലാതെ ഈ ഒരു ചെടിയിൽ ഞാൻ വേറെ കേടുകളൊന്നും കാണാറില്ല കേട്ടോ. ഇങ്ങനെ പ്രാണികളൊക്കെ വന്ന് ഇതിനെ തിന്ന് നശിപ്പിക്കല്ലാതെ വേറെ കേടുകൾ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ വളമായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി അല്ലെങ്കിൽ ചാണകത്തിൻ്റെ വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഞാൻ അങ്ങനെയാണ് എല്ലാ ചെടികൾക്കും ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ നല്ലൊരു വളമാണ് ചാണകവെള്ളം അല്ലെങ്കിൽ ചാണകപ്പൊടി. ചെടി പെട്ടെന്ന് ചാടി വലുതായി പൂക്കളിടാൻ പറ്റിയൊരു വളമാണ്. പിന്നെ ഈ ഒരു ചെടീനെ നമ്മൾ ചെടിച്ചട്ടിയിൽ നിന്ന് പറിച്ച് നടുമ്പോൾ മൊത്തത്തിൽ ആ ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് എല്ലാ തൈനും ഒരുമിച്ചെടുത്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യും. വേരുകൾ പൊട്ടാതെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലാതെ ചെടിച്ചട്ടിയിൽ നിന്ന് തന്നെ നമ്മൾ അത് പകുതി ഒടിച്ചെടുക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലകൾ ഓരോന്നായിട്ട് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലും നല്ലത് ചെടിച്ചട്ടിയിൽ നിന്ന് മൊത്തത്തിൽ അത് അതിൻ്റെ വേരിന് ഡാമേജ് ഒന്നും വരാതെ എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ പുതിയ തൈകളാക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഒത്തിരി തൈകൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിരത്തി ചെടിച്ചട്ടിയിൽ ഇങ്ങനെ നട്ടു കൊടുത്ത് ഇഷ്ടംപോലെ പൂവിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുള്ളൂ. അത് ഒത്തിരി ഡിഫറെൻറ്റ് കളർ വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റും കൂടിയാണ് ജെർബറ പ്ലാന്റ്. അപ്പോൾ എല്ലാ കളർ വെറൈറ്റീസും നമുക്ക് മാക്സിമം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തൈയൊക്കെ ചിലപ്പോൾ 30 രൂപ 50 രൂപയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു പൂന്തോട്ടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു പ്ലാന്റ് കൊണ്ട് മാത്രമായിട്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ജെർബറ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.